ഇന്ന് എല്ലാ പണികളും തിരക്ക് പിടിച്ച് ചെയ്യുന്ന ഒരു ദിവസം കേട്ടോ. കാരണം വേറെ ഒന്നല്ല, ഇന്നലെ രാത്രി ഒന്ന് പുറത്തു പോയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. തിരിച്ചു വന്നപ്പോൾ ഭയങ്കരമായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നേ. ഒരു 1:30 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിലെത്തിയത്. കിടന്നപ്പോഴാണെങ്കിലോ 2 മണി ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ എണീച്ചപ്പോൾ കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യത്തിൽ എനിക്കൊരു കൺഫ്യൂഷൻ വരാറില്ല. കാരണം ഞാൻ രാത്രി തന്നെ എന്തുണ്ടാക്കും എന്നുള്ള പ്ലാനിങ്ങിലാട്ടോ കിടക്കുന്നത്. ഇന്നാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാക്കും, നാളത്തേക്ക് എന്തുണ്ടാക്കും എന്നുള്ള പ്ലാനിങ്ങിലാണ് ഞാൻ കിടക്കാറുള്ളത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് രാവിലത്തെ കാര്യത്തിൽ വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടാവാറില്ല. പിന്നെ ഉച്ചക്കത്തേക്കുള്ള കാര്യമല്ല, അത് ഉച്ചക്ക് നോക്കിയാൽ മതിയല്ലോ. അപ്പൊ ഞാനിന്ന് ഉപ്പാവും അതുപോലെ തന്നെ കടല ഒലത്തുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് കാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കറിയില്ലായിരുന്നു ഇത്ര നാളും ഞാനിത് ഉണ്ടാക്കിയാൽ കഴിക്കില്ല എന്ന് ഓർത്തിട്ടാട്ടോ ഉണ്ടാക്കാണ്ടിരുന്നത്. അപ്പൊ ഞാൻ ആദ്യം തന്നെ കടല വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഉപ്മാവിന് വേണ്ടിയിട്ടുള്ള സവാള, പച്ചമുളകും, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ നല്ലോണം കുനുകുനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഉപ്മാവിന് വേണ്ടിയിട്ടുള്ള ഉപ്മാവല്ല റവ കുറച്ച് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. റോസ്റ്റ് ചെയ്യാത്ത റവ ആയതുകൊണ്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ RKGയിലാട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് ഉപ്മാവ്. ഇന്നല്ല, ഞാൻ ഇന്നും RKG തന്നെയാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ RKGയിൽ ഉണ്ടാക്കുമ്പോൾ. അപ്പോഴത്തേക്കും കടല വേണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കടലയൊക്കെ നല്ലോണം സെറ്റ് ആക്കിയതിനു ശേഷം ഉപ്മാവിലോട്ട് ഞാൻ വേഗം കടന്നിട്ടുണ്ടായിരുന്നേ. ഉപ്മാവ് ആ റോസ്റ്റ് ചെയ്ത് വെച്ചതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ നെയ്യ് ഒഴിച്ച് കടുക് പൊട്ടിച്ച് ആ സവാളയും പച്ചമുളകും എല്ലാം നല്ലോണം മൂപ്പിച്ചതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് പിന്നെ റവ കൊട്ടിക്കൊടുക്കുക. അത്രയും തന്നെ ഉള്ളൂ. എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഒരു കാര്യം ഞാൻ മറന്നുപോയി, കറിവേപ്പില ഇടാൻ മറന്നു കേട്ടോ. പിന്നെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിത് ആ റവയും ഉപ്മാവും എല്ലാം ഒരു പാത്രത്തോട്ട് പകർത്തി മാറ്റുന്നുണ്ടേ. പിന്നെ കുറച്ച് ബാക്കി സവാളകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വേഗം ഫ്രിഡ്ജിലോട്ട് തട്ടാണ്. കാരണം വേറൊന്നുമല്ല, നാളത്തേക്കാണെങ്കിൽ ഉപകരിക്കും, അല്ലെങ്കിൽ ഉച്ചക്കത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഉപകരിക്കും. ഇങ്ങനെ ഇരുന്നതിനെ കളയേണ്ടി വരും. അങ്ങനെ കൈയോടെ എല്ലാം അങ്ങോട്ട് മാറ്റിയതിന് ശേഷം ചോറ് ആവിയിട്ടാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആ തിണ്ണപ്പുറമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിരുന്നുണ്ട്. കാരണം ഇനി പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല. കാരണം ഉച്ചക്കലത്തേക്കുള്ള ചോറും ഉണ്ട്, അതുപോലെ തന്നെ സാമ്പാറുണ്ട് കേട്ടോ. അപ്പൊ ആ തിണ്ണയൊക്കെ തുടച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചായ ഇവിടെ നല്ല തിളച്ച് തുളുമ്പി വരുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കുറച്ച് വെച്ചു, ഒന്ന് കടുപ്പൊന്ന് ഇറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ചായ എടുത്ത് മാറ്റിയതിന് ശേഷം ഞാനിത് അടുപ്പും കൂടെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ സാമ്പാറും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ജനലിൽ അവിടെ നിന്നിട്ട് ഈ പുറത്തോട്ട് കാണുന്ന വ്യൂ നല്ല അടിപൊളിയാട്ടോ. പിന്നെ അപ്പുറത്തെ കിളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാ ഫുഡും റെഡിയായി. അപ്പൊ തുടർന്നിട്ട്